വയനാട് വനവാസി കുടുംബങ്ങളുടെ കുടിൽ പൊളിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മാനന്തവാടി ഡിഎഫ്ഒയും വയനാട് ജില്ലാ കളക്ടറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുക. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. ഡിഎഫ്ഒയ്ക്കും കളക്ടർക്കും ഇരുതരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. വയനാട് കൊള്ളിമൂല പ്രദേശത്ത് 3 കുടിലുകളാണ് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ബേഗൂരിലെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് കുടിയേറ്റമാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ 3 കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചത്. ഈ കുടിലുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിക്കൊണ്ടായിരുന്നു വനം വകുപ്പിന്റെ നടപടി. ഇതിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട വയനാട് ജില്ലാ കളക്ടറും ഡിഎഫ്ഒയും 15 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ജുഡീഷ്യൽ അംഗം കൂടിയായ കെ ബൈജുനാഥാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ 16 വർഷമായിട്ട് അവിടെ സ്ഥിരമായി താമസിക്കുന്ന വനവാസി കുടുംബാംഗങ്ങളെ ഇത്തരത്തിൽ കുടിയൊഴിപ്പിച്ചത് എന്നാണ് മനുഷ്യാവകാശ കമ്മീഷനും ചോദിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് ഇത്തരത്തിൽ യാതൊരു ദയാദാക്ഷിണ്യമില്ലാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കുടില് പൊളിച്ചു കളഞ്ഞതിനു ശേഷം അവിടെ നിന്നും ഇറക്കി വിട്ടത് എന്നാണ് ആരോപണം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബേഗൂരിലെ വനം കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റമെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ ഈ കുടിലുകൾ പൊളിച്ചു മാറ്റിയത്. ജനം ടിവിയാണ് ഇതുമായി ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. അതിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിട്ടുള്ളത്. അതേസമയം സൂചിപ്പിച്ചതുപോലെ തന്നെ ജനം ടി വി വാർത്തയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം വനമന്ത്രി തന്നെ ഇടപെട്ട് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കാനായിട്ട് നിർദ്ദേശം നൽകിയത്. മനുഷ്യാവകാശ കമ്മീഷൻ കൂടി ഇടപെട്ട ഒരു സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികളിലേക്കൊപ്പം സമഗ്രമായ അന്വേഷണം അതിന് തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതിന് തന്നെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ടി കൃഷ്ണനെ ഇന്ന് രാവിലെ തന്നെ വനം വകുപ്പ് അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ വനം വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങൾ നൽകുമെന്നൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ടി കൃഷ്ണനെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ വനം വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. പരസ്പരം വകുപ്പുകൾ തമ്മിൽ സംസാരിക്കാതെയാണ് ഇത്തരത്തിൽ ഈ വനവാസി വിഭാഗത്തിൽപ്പെട്ട ഈ 3 കുടുംബങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചതും ഈ കുടിലുകൾ പൊളിച്ചു മാറ്റിയതും. നിലവിൽ ഇപ്പോൾ വനം വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വകുപ്പിനോട് അറിയിച്ചിട്ടുള്ളത് നിലവിൽ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ നിലവിൽ അവരുടെ കുടിലുകൾ ഇരുന്ന സ്ഥാനത്ത് തന്നെ നിലവിൽ കുടിലുകൾ വെച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ ഈ കുടിയേറ്റം അല്ലെങ്കിൽ ഇവരുടെ ഈ പാർപ്പിടവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ശാശ്വത തീരുമാനത്തിലേക്ക് എത്താവുന്നൊരു നടപടിയും സ്വീകരിക്കാമെന്നാണ് വനം വകുപ്പ് അറിയിച്ചത്. പക്ഷെ അതിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് തൃപ്തരല്ല. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ധൃതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പക്വമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരെ കുടിയൊഴിപ്പിക്കുന്നതിന് മുന്നേ തന്നെ വകുപ്പുമായിട്ട് കൂടിയാലോചിച്ച് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. താൽക്കാലികമായൊരു കുടില് കെട്ടിക്കൊടുക്കുക എന്ന തീരുമാനത്തിൽ വകുപ്പും പട്ടികജാതി പട്ടികവർഗ വകുപ്പും തൃപ്തിപ്പെട്ടിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയങ്ങളിലൊക്കെ കാര്യമായിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്. നമ്മുടെ വാർത്തയൊക്കെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നത്. 15 ദിവസത്തിനകം ഇതുമായി സംബന്ധിച്ച റിപ്പോർട്ട് ഡിഎഫ്ഒയും ജില്ലാ കളക്ടറും മനുഷ്യാവകാശ കമ്മീഷന് കൈമാറണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താൽക്കാലിക കുടില് കെട്ടിക്കെടുക്കാൻ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് കുടില് കെട്ടിക്കൊടുക്കാനുള്ള നീക്കത്തിലേക്ക് പോകുന്നത്. എന്നിരുന്നാലും ഈ മേഖലയിലെ ഈ വിഷയം അല്ലെങ്കിൽ ഈ വനവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പാർപ്പിടവും അതോടൊപ്പം തന്നെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടൊരു അനിശ്ചിതത്വം ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട്. അതിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ ഇരു വകുപ്പുകളും കൂടി ചേർന്ന് തീരുമാനമെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ബേഗൂരിലെ വനം കുടിയേറ്റവുമായി ബന്ധപ്പെട്ടാണ് ഈ മേഖലയിലെ അല്ലെങ്കിൽ 15-20 വർഷങ്ങൾ മുന്നേ തന്നെ ജീവിക്കുന്ന ഈ മേഖലയിലെ വനവാസി കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇരയാക്കപ്പെടുന്നത്. KP വയനാട് വനവാസി കുടുംബങ്ങളുടെ കുടിൽ പൊളിച്ച സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാനന്തവാടി ഡിഎഫ്ഒയും വയനാട് ജില്ലാ കളക്ടറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസ് നൽകിയത്.